ഡിസ്റ്റർബ് ചെയ്യരുത്. അയ്യോ, സന്തോഷം പോലെ തന്നെ അത്ഭുതമാണ് ഉണ്ടായത്. കാരണം എല്ലാവരുടെയും സ്നേഹം കൊണ്ട്. അമ്മയ്ക്ക് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഞാനൊരു സാധനം ഉണ്ടാക്കി തരട്ടെ. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്വീറ്റ് ഹാർട്ട് ലേഡി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച 2 കൊമ്പ് ഒടിച്ച് 1 മാസമായിരുന്നു, 1.5 മാസമായി കുത്തിയിട്ട. എന്നിട്ടതേ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട്, വെയിലേറടിക്കണ്ട്, വളമൊന്നും ഇട്ടിട്ടില്ല. മുട്ട, കുഞ്ഞു തമ്പാട്ടോ. മുട്ട, മുട്ട ഇവിടെ ഇന്നലെ വിരിഞ്ഞ പൂതേ അതിന്റെ ഇതാ ഇതിന്ന് വിട്ടു പോന്നതേ. ഇത് കാണുമ്പോ ചിലപ്പോ തോന്നും ഇതൊക്കെ എന്റെ അത്ര കാണാൻ, പക്ഷെ അങ്ങനെയല്ല. ഇതൊക്കെ ഓരോരുത്തരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ, അത് പങ്കുവെച്ചുള്ളൂ കേട്ടോ. കൊമ്പ് മുറിച്ച് നട്ടപ്പോഴേക്കും പൂവായി. അപ്പുറം ഒരെണ്ണം വേറെ ഉണ്ട്, അതിലായില്ല കേട്ടോ, ശൂന്യമായിട്ട് നിൽക്കുക. നല്ല വെയിലേറ അവിടെ. അതെ 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 അതെ. വലിയ കമ്പനി ഞാൻ വെട്ടി കുത്തിയതാ, മാറ്റി മാറ്റി മാറ്റി. അത് കുറെ കാലപ്പഴക്കായതുകൊണ്ടേ ഇതിലൊക്കെ മുട്ട. അതെ, ഇത് നമ്മുടെ ഓറഞ്ച് ജാക്കാണ് കേട്ടോ. ഹോം ഗ്രൗണ്ട് ഇന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞാൻ മേടിച്ചതാണ്. നട്ടത് അപ്പയാ. ഇത് വെറുതെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. സുപ്രഭാതം. അതെ, ഇന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്ക്, സുപ്രഭാതത്തിന്റെ പരിപാടികൾക്ക് വേണ്ടി. ഈസ്റ്റർ സ്പെഷ്യൽ വിഭവം ഒരുക്കാനായി പോവുകയാണ്. അതിന്റെ ഒരു ഐറ്റം ഇന്ന് തയ്യാറാക്കി വെക്കണം, നാളെ ബാലൻസ്. രണ്ടും കൂടെ രാവിലെ നടക്കൂല. രാവിലെ ചെയ്യാൻ പറ്റും, പക്ഷെ വീഡിയോ എടുക്കൽ നടക്കൂല. അതുകൊണ്ടാണ് ഇന്ന് കറി തയ്യാറാക്കണം. നമുക്ക് പോയി കിച്ചണിൽ പോയി അതിന്റെ പണി നോക്കാം. അതെ, ഓക്കെ ഓക്കെ. ഫുള്ള് അങ്ങ് ഡ്രൈ ആയി കേട്ടോ. എല്ലാവരും ഡ്രൈ ആയി. ക്ലൈമാറ്റിക് ചേഞ്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മുടെ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആവും. പലരും ചോദിച്ചു നമ്മുടെ ചുവന്ന മണ്ണാവുന്നു. ചുവന്ന അല്ലാതെ ഈ കളറാണ് മണ്ണിന് കേട്ടോ. ആ, അത് അവര് കണ്ടിട്ടുള്ളതാ. പിന്നെന്താ, ഇന്ന് അപ്പൊ പലചരക്കിനായിട്ട് പോവാ. ഇന്ന് കൊറേ ഉണ്ടോ മേടിക്കാൻ? ഇന്ന് എന്നാക്കിയാ പ്രധാനമായിട്ടുള്ളേ? പതിവ് സാധനങ്ങളാണോ അതെയോ വ്യത്യസ്തതയുള്ള എന്തെങ്കിലും ഉണ്ടോ? ആ, ചെമ്മീൻ അഡീഷണൽ വന്നിട്ടുണ്ട്. ഇന്ന് മീനല്ലല്ലോ, പകരം ചെമ്മീനാണല്ലോ. അതെന്താ അമ്മയ്ക്ക് അതിനൊരു ചെമ്മീൻ ഒരു പെട്ടെന്നൊരു തോന്നല്? ഞാൻ ചെമ്മീൻ അതിനെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി. ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല. അതുകൊണ്ട് കേട്ടോ, ഇത്രേ ഉള്ളൂ. അപ്പൊ ചെമ്മീൻ എത്ര ഗ്രാമാ? ചെമ്മീൻ 250. ഭാഗ്യം. വെറുതെ പറയണോ, ചെമ്മീൻ 250 മേടിച്ച ചെമ്മീൻ അപ്പൊ ഒരു പങ്കായിട്ടാണ് മേടിക്കണം. ഇങ്ങനെ അവര് എടുത്തു വെച്ചേക്കുക. ചിലപ്പോ അപ്പൊ വില നോക്കി 1 kg വരെ മേടിക്കും. മുഴുത്ത ചെമ്മീനാണെങ്കിൽ അപ്പൊ പരിപ്പ് കൂടുതലുള്ള ചെമ്മീനാണെങ്കിൽ 1 kg മേടിക്കും ചാറ് വെക്കാൻ. എന്തോരം ക്ലാരിഫിക്കേഷൻ അമ്മയാണ് തന്നത്. ഞാന് ഇവിടെ കൊണ്ടുവന്നതല്ലേ അപ്പൊ എനിക്ക് അതിനെ പറ്റി പറയാൻ അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊരു ചടങ്ങിന് ഞങ്ങളുടെ ബന്ധുവിന്റെ ഒരു വീട്ടിലെ ഒരു ആവശ്യത്തിന് ഒരു ഹോളിൽ പോയപ്പോഴേ കണ്ടമാനം സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. ഓടി വന്നു മിണ്ടണോ ഇങ്ങനെ. അപ്പൊ അവിടുത്തെ ബന്ധുക്കളായിട്ടുള്ളവര്, പരിസരവാസികളുണ്ട്, അവിടുത്തെ മോളുടെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ആരാന്ന് ഞാൻ പറഞ്ഞത്, ഏതൊരു ലേഡി എന്നോട് എന്ന് പറഞ്ഞ അമ്മയുടെ കിച്ചണിൽ എന്നും തന്നെ ഒഴിയാതെ മോരുകറി മീൻകറി ഉണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇനിയൊരു കുറച്ച് ദിവസത്തേക്ക് മീൻകറി ഉണ്ടാവുന്നതല്ല, അത് ഭയങ്കര ചിരി. അപ്പൊ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷം. അവര് ഡെയിലി വീഡിയോയിൽ കാണണോണ്ടേ അവരെ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെ എന്നും കാണണോണ്ട് ഞങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളത് ഇന്നിപ്പോ ഇവിടെ വെച്ച് കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷമെന്നും പറഞ്ഞു എത്ര ഇതാ. അപ്പൊ ഒരു പുള്ളിക്കാരി, നിങ്ങൾ പോയ വീട്ടിലെ സെലിന്റെ
ഫ്രണ്ടാ വന്നായിരുന്നെ, എന്റെയൊക്കെ ഏജ് ഉള്ളതാ. അപ്പൊ പുള്ളിക്കാരി ആദ്യം ഫോൺ എടുത്തൊന്ന് നോക്കി ഞങ്ങളാണോ എന്ന് തന്നെ പുള്ളിക്കാരി തന്നെ പറഞ്ഞതാട്ടോ അങ്ങനെ. അത് കഴിഞ്ഞേച്ച് ഞങ്ങളാണ് മനസ്സിലായ അപ്പനെ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ ഞങ്ങളിനെ കണ്ടപ്പോ. അത് കഴിഞ്ഞേച്ച് ഓടി വന്നു സംസാരിക്കാനായിട്ട് എങ്ങനെ എന്താന്നൊക്കെ ചോദിച്ചപ്പോ തിരുവല്ലയാണ് വീട്, പണ്ട് വിദേശത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരി. കുറെ നേരം സംസാരിച്ചു എന്ന് ഞാൻ പറയുക. അപ്പൊ ഞങ്ങളോട് സംസാരിക്കണ കണ്ടോട്ട് അവിടത്തെ മോൻ വന്ന് നിങ്ങളെങ്ങനെ ഇവര് എങ്ങനെയെന്ന് ചോദിച്ചു. വിദേശത്തുള്ളവര് നമ്മളായിട്ട് എങ്ങനെ കണക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞു ഞങ്ങളെ കണ്ട് സംസാരിക്കാൻ വന്നാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരെയും ഒത്തിരി പേരെ കണ്ടതുകൊണ്ട് ആരുടെയും പേരൊന്നും എഴുതി മേടിക്കാൻ പറ്റിയില്ല. അവിടെ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് പേര് പറയാൻ പറ്റിയില്ല കേട്ടോ. ഇവര് തിരുവല്ലയാണ്. പിന്നെ മുളന്തുരുത്തി ഏരിയയിൽ നിന്ന് ഒരുപാട് പേരെ കണ്ടു. അതുകൂടാതെ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് ഒരുപാട് പേരെ കണ്ടു. അപ്പൊ പെരുമ്പാവൂരുള്ള ഒരു ലേഡി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ അമ്മ വീടും അമ്മായി വീടും ഒക്കെ കോട്ടപ്പടിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉടനെ ഏതാ എന്താന്ന്. അപ്പൊ അവിടെയൊക്കെ കണക്റ്റഡ് ആയത്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം പോലെ തന്നെ അത്ഭുതമാണ് ഉണ്ടായത്. കാരണം എല്ലാവരുടെയും സ്നേഹം കണ്ട് ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് പിടിക്കുന്നത്. ഒരു പുള്ളിക്കാരത്തി എന്നിലൊക്കെ ഇളയതാ, പേര് മറന്നു പോണം, അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞേ. ഒന്ന് പറയാ ചോറിന്റെ പ്ലേറ്റും കൊണ്ട് ഓടി വന്നതാ. ചോറ് മുഴുവൻ എടുക്കണേന് പോലെ നമ്മളെ വിട്ടു പോയെങ്കിലും എന്നൊക്കെ ഓടി വന്നേച്ചു. അയ്യോ ഞങ്ങള് അച്ഛന്റെ അവിടുത്തെ വീടിന്റെ അവിടെ ആ ഏരിയയിലാണോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടില്. അയ്യോ അതിന്റെ കരട്ട് തന്നെയുള്ള വീടാന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്താ പോവില്ല ഇനി സന്തോഷം കൊണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കും അവർക്കും ഒക്കെ അകമഴിഞ്ഞ സന്തോഷമായി കണ്ടിട്ടോ. അപ്പൊ പെരുമ്പാവൂരുള്ള അത് കണ്ടപ്പോ അവര് കണ്ടപ്പോ ഇങ്ങനെ ചോദിച്ചു. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ എന്റെ അമ്മ വീട് ഇന്നതാ അമ്മായി വീട് ഇന്നതാന്ന് പറഞ്ഞപ്പോ അവിടെ പലരെയും അറിയും, എല്ലാരുമായിട്ട് കണക്റ്റഡാ. അത് കാരണം അങ്ങനെ വലിയ സന്തോഷമായി കേട്ടോ. ഞങ്ങളും ഞങ്ങളുടെ സന്തോഷം സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. നേരിൽ അവരോട് പറഞ്ഞു. പിന്നെ അവരെല്ലാം വീഡിയോ കാണുമ്പോ കാണാൻ പറ്റും. പേര് എഴുതാൻ പറ്റിയതല്ല, ഒരുപാട് പേര് വരുമ്പോ നമുക്ക് അതിന് സാധിക്കൂലല്ലോ, അവിടെ ചടങ്ങ് നടക്കണതിന്റെ ഇടയ്ക്ക്. അതുകൊണ്ട് പേര് പറയാൻ പറ്റിയില്ല കേട്ടോ ആരുടെ. ഒത്തിരി പേരെ കണ്ടു, ഞങ്ങളെയും കണ്ടു. സന്തോഷം. ഇതെന്നാക്ക സാധനങ്ങളാ കിട്ടിയത്? ഓ ആ അപ്പൊ ചെമ്മീൻ കിട്ടിയില്ലേ? 250 ഗ്രാം ചെമ്മീൻ. അത് മോശമായി പോയി. ഞാൻ 500 ഗ്രാം മീൻ എഴുതണേനാണ് അവൾ എന്നെ കളിപ്പിക്കുന്നത്. 500 ഗ്രാം മീൻ എഴുതണത് നുറുക്ക് മീനാണ് 500 ഗ്രാം. നല്ല വിളമീനൊക്കെ ആണോ? അയ്യോ എന്നാ അത് മേടിക്കായിരുന്നു. അമ്മ പറഞ്ഞേക്കുന്നത് ബേർഡ് ഫിഷാ. അമ്മയ്ക്ക് അത് മടുത്തൂന്നാ പറയണേ. ഇതെന്നാ ഉന്തിക്കൊണ്ട് പോണേ? ആണോ? ഒഴിവാക്കാൻ എല്ലാ വണ്ടികൾക്കും അതാണ് പ്രശ്നം. സ്റ്റാർട്ടിങ് കഴിയുന്നതും ഒഴിവാക്കുക. പനീർ ഇവിടെ മുറിച്ച പനീർ ഇല്ല അല്ലേ? ഇല്ല. വെള്ളരിക്ക, ബ്രെഡ്, പാല് പോരെ. കപ്പി കാച്ചു കേട്ടോ അമ്മ, ഡിസ്റ്റർബ് ചെയ്യരുത്. അമ്മയ്ക്ക് ആ ബേർഡ് ഫിഷ് കിട്ടിയതുകൊണ്ട് സന്തോഷമായി. അമ്മ ഇപ്പൊ മിണ്ടൂല, ഫുൾ കോൺസെൻട്രേഷനില്ല. അമ്മയ്ക്ക് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഞാനൊരു സാധനം ഉണ്ടാക്കി തരട്ടെ. എന്നാന്നറിയാവോ? ഇപ്പൊ കണ്ടോ എന്നാ എന്നാന്ന്? അത് ആദ്യം ഉണ്ടാക്കണ കാണിച്ചു തരാം കേട്ടോ. എക്സൈറ്റഡ്? വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല, കാരണം മകളല്ലേ ഉണ്ടാക്കണേ, പലതും ചെയ്യണതാണല്ലോ. അതുകൊണ്ട് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. എന്നാലും ഒരു ആങ്സൈറ്റി. വീഡിയോയില് കാണിക്കാൻ പാകത്തിനുള്ള വീഡിയോസ് ഒന്നും ചെയ്യാറില്ല എന്ന് കരുതി മകള് ജോലി എടുക്കാതിരിക്കുന്ന ആളല്ല കേട്ടോ. അപ്പൊ നമ്മുടെ സ്ട്രോബെറി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. വലിയൊരു പീസ് എടുക്കാം, കാരണം ഒരെണ്ണം തന്നെ സഫീഷ്യന്റ് ആണ്. കഴുകിയെടുക്കാം. അപ്പൊ സ്ട്രോബെറി നമുക്ക് പീസാക്കി ഇടാം. അമ്മ കൂടുന്നുണ്ടോ? അമ്മ കൂടുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കാം. ഇനി ഒരു ഞാലിപ്പൂവൻ പഴമാണ് ഇതിനകത്തേക്ക് അരിഞ്ഞിടാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലുണ്ടായ തേനൂറും ഞാലിപ്പൂവൻ പഴമാണ്.
ഹൈലി ഓർഗാനിക് ആണ്. അപ്പോൾ ഞാൻ അധികം പഴം ഇടുന്നില്ല, കാരണം സ്ട്രോബെറിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി 1 സ്പൂൺ റോൾഡ് ഓട്സ് കേട്ടോ, ഒരല്പം ചിയാ സീഡ് ഇടുന്നുണ്ട്. മധുരം ചേർത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു ലേശം, ഒരു പൊടിക്ക് മധുരം കിട്ടാൻ ഹണി ചേർക്കുന്നുണ്ട് കേട്ടോ, പൊടിക്ക് മാത്രം. ഇനിയാണ് നമ്മുടെ പ്രധാന താരം വരുന്നത്, അതായത് പാല്. നമ്മൾ തിളപ്പിച്ചാറിച്ച് തണുത്ത പാലാണ് ഉപയോഗിക്കാറ് കേട്ടോ. യെസ്, ഇനി എന്താ വേണ്ടേ? യെസ്, പേസ്റ്റ് ആക്കുക. ഞാൻ ഒഴിക്കാൻ മാത്രമേ വന്നിട്ടുള്ളൂ, ഇവളാണ് അത് ചെയ്തത്. സ്മൂത്തി അല്ലേ? ഒഴിച്ചോട്ടെ? ഒഴിച്ചോ. നല്ല കുറുകലാണല്ലോ. അതാണ് സംഭവം. ഇച്ചിരി ബാക്കിയുണ്ട്. കറക്റ്റ് ഗ്ലാസ്സാ. അത് വേറെ ഇതിലേക്ക് പകർത്താം, നമുക്ക് സ്വല്പേ ഉള്ളു ബാക്കി. ഇനി തണുപ്പിക്കാൻ വെക്കാം. അങ്ങനെ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്വീറ്റ് ഹാർട്ട്. സ്വീറ്റ് ടു എ സ്വീറ്റ് ഹാർട്ട്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്വീറ്റ് ടു എ സ്വീറ്റ് ഹാർട്ട്. ലേഡി സ്ട്രോബെറി അപ്പൊ എവിടെ നിന്ന് നോക്കണുണ്ട്. പക്ഷെ ഇത് കുടിക്കണമെങ്കിൽ സ്പൂൺ വേണം. എങ്ങനെ അമ്മയത് കുടിക്കും? മൂക്ക് മുട്ടിയോ? നല്ലതാ. ഇനി ആയിരിക്കും കൊഴുപ്പല്ലേ? നല്ല കൊഴുപ്പാ. മൂക്ക് മുട്ടി അമ്മ കഴിക്കണേ. മൂക്കൊന്നും മുട്ടിയില്ലാന്ന് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. നല്ലതാണ്, പക്ഷെ എനിക്ക് ശരിക്കും ഇച്ചിരിയോടെ കൊഴുപ്പ് കുറഞ്ഞതായി ഇഷ്ടം. ചിയ സീഡ്സ് ഇട്ടത് കൊണ്ട് ഇത്രയും കൊഴുപ്പ്, പഴമൊക്കെ ചേർത്തല്ലേ. സാധനം നല്ലതാണ്. അതെ, കൊള്ളാം. ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ എടുക്കട്ടെ. കുടിക്കുന്നതിന് മുമ്പെന്നാ എടുക്കായിരുന്നു. കുഴപ്പമില്ല. സ്പൂൺ വേണോ? അപ്പയ്ക്ക് കൊടുക്കുമ്പോൾ സ്പൂൺ ഇച്ചിരി കൊടുക്കാം. അത്രയ്ക്കുള്ള തിക്നെസ് ഇല്ല. സ്പൂൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്പൂൺ അപ്പയ്ക്ക് ചിലപ്പോൾ സ്പൂൺ വേണ്ടി വരും. ചെറിയ സ്പൂൺ എടുത്തോണ്ട് പോരാ. സ്പൂൺ കൊണ്ടുവരാം. എനിക്ക് മതി, കാരണം ഇപ്പൊ കാച്ചിൽ തിന്നല്ലേ. ഞാനും കുടിച്ച് കാണിച്ചു തരാം. ഏതാ? ഇത് മതി. അപ്പയ്ക്ക് കൊടുക്കാൻ ഇത് മതി, എനിക്ക് സ്പൂണൊന്നും വേണ്ട. അതെ. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഞാനിന്ന് റെഡ് കളർ ടീഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും അമ്മയും പിങ്കാന്ന്. ഞാനൊന്ന് കുടിക്കട്ടെ. ഇതിന് ടേസ്റ്റിൽ പുറമെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത്. സ്ട്രോബെറിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽപ്പുണ്ട്. പഴത്തിൻ്റെ ടേസ്റ്റ് വളരെ കുറവാണ്. മധുരം ശരിക്കും ഒട്ടും ആഡ് ചെയ്യാത്തതാണ് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നല്ലത്. പക്ഷെ ഒരു പൊടിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിൻനെസ് ടേസ്റ്റില്ലേ, അത് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ ബാക്കി എല്ലാം കൊണ്ടും ഇതൊരു നല്ല ഡ്രിങ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് തോന്നിയത്. എന്റെ അഭിപ്രായം, എനിക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. കുറുകലിന്റെ എനിക്കുള്ള ഇച്ചിരി കുറുകൽ എനിക്ക് എന്റെ ഭാഗത്തിന് കഴിക്കുന്നത്. അതെ, എനിക്ക് കുറുകൽ വേണം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. എനിക്ക് നല്ല തിക്കായിട്ട് ഐസ്ക്രീം പോലെ ഇരിക്കുന്ന സ്മൂത്തി കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ചിയാ സീഡ്സ് നമുക്ക് സോക്ക് ചെയ്തിട്ടും ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ എളുപ്പത്തിന് ചെയ്തു എന്നുള്ളൂ, സമയമില്ലാത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ഒരു ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാനതൊരു സ്ട്രോബെറി സ്മൂത്തി ആയിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി അപ്പയ്ക്കും കൊടുക്കാം, എന്നിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പയ്ക്ക് സ്മൂത്തിയാ. ഇത് മതിയായിരുന്നില്ല. സ്പൂൺ ഇട്ടിട്ടുണ്ട്. മധുരമില്ല. നനയ്ക്കാൻ പോകും. സ്വീറ്റ് ലേഡി അങ്ങോട്ടാ പോകുന്നത്. പോയിക്കോ. മധുരം ഒട്ടുമില്ല, പക്ഷെ ദിസ് ഇസ് വെരി ഹെൽത്തി. അതാണ് ഇതിന്റെ. അതായിരിക്കും, പക്ഷെ മധുരം ഇല്ലാതെ
അപ്പയ്ക്ക് അത് തീരെ കുറവാ. കുഴപ്പമില്ല, കൊണ്ടുപോകും. നല്ല രസമല്ലേ ഇത് കഴിക്കാൻ. എന്തൊക്കെയാ അതിന്റെ ഇൻഗ്രീഡിയൻസ്? സ്ട്രോബെറി, ഞാലിപ്പൂവൻ പഴം, ഓട്സ്, ചിയാ സീഡ്, പാല്, എല്ലാ ന്യൂട്രിയൻസാ. സ്ട്രോബെറി ഫുള്ളി ഹെൽത്തിയാണ്, ചിയാ സീഡ് ഫുൾ ഓഫ് ഫൈബറാണ്, ഞാലിപ്പൂവനിലും ഉണ്ടാവും ഹെൽത്തി ആയിട്ടുള്ള മിനറൽസും ന്യൂട്രിയൻസും ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല. ഓട്സിൽ ഫൈബറും ഉണ്ടല്ലോ, അതാണ് സത്യം. പിന്നെ നമുക്ക് കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാ ശരിക്കും. ഒരു ഗ്ലാസ് കുടിക്കാത്. ആ ആ അതെ അതെ അതെ. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് കഴിക്കാനും എപ്പോൾ വേണേലും കഴിക്കാനും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് സ്ട്രോബെറി കൊണ്ട് ഇത്ര നല്ലൊരു ടേസ്റ്റി സ്മൂത്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്ര രുചികരമാണെന്ന് മനസ്സിലായേ. 2 ഞാലിപ്പൂവൻ പഴം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. അന്നേരം പഴത്തിൻ്റെ ടേസ്റ്റ് ഇത്തിരി മുന്നിൽ വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേയ്സ്, ഇന്നത്തെ പോലെ മനോഹരമായ ഒരു ദിവസത്തിൽ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഡ്രിങ്കായിട്ട് ഞാനിതിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മമാർക്ക് മാത്രമല്ല, അച്ഛന്മാർക്കും കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ബൈ, ടേക്ക് കെയർ, സീ യു.